ജൂലൈ 23 വനിതാ ചെസ് ലോകകപ്പ് ഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ താരം ദിവ്യ ദേശ്മുഖ്. വനിതാ ചെസ് ലോകകപ്പ് ഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ താരം ആരാണ്? ദിവ്യ ദേശ്മുഖ്. ഹ്യൂമൻ ലൈബ്രറി നിലവിൽ വരുന്നത് IIT പാലക്കാടിലാണ്. ഹ്യൂമൻ ലൈബ്രറി നിലവിൽ വരുന്നത് IIT പാലക്കാട്. മോട്ടോർ വാഹന ചെക്ക് പോസ്റ്റുകളിലെ അഴിമതി തടയാൻ കേരള സർക്കാർ ആരംഭിക്കുന്ന വെർച്വൽ ചെക്ക് പോസ്റ്റ് പദ്ധതി സംസ്ഥാനത്ത് ആദ്യമായിട്ട് നടപ്പിലാക്കുന്നത് വാളയാറാണ്. മോട്ടോർ വാഹന ചെക്ക് പോസ്റ്റുകളിലെ അഴിമതി തടയാൻ കേരള സർക്കാർ ആരംഭിക്കുന്ന വെർച്വൽ ചെക്ക് പോസ്റ്റ് പദ്ധതി സംസ്ഥാനത്ത് ആദ്യമായിട്ട് നടപ്പിലാക്കുന്നത് വാളയാർ. പോളണ്ടിൻ്റെ പുതിയ പ്രസിഡന്റായിട്ട് ചുമതലയേറ്റത് കരോൾ നവറോസ്കി. പോളണ്ടിൻ്റെ പുതിയ പ്രസിഡന്റാണ് കരോൾ നവറോസ്കി. ലോകത്തിലെ ആദ്യത്തെ ഹ്യൂമനോയിഡ് റോബോട്ട് കിക്ക് ബോക്സിംഗ് മാച്ച് നടന്ന രാജ്യം ചൈനയാണ്. ലോകത്തിലെ ആദ്യത്തെ ഹ്യൂമനോയിഡ് റോബോട്ട് കിക്ക് ബോക്സിംഗ് മാച്ച് നടന്ന രാജ്യം ചൈന. ഇന്ത്യൻ സൈന്യത്തിൻ്റെ സൈനിക അഭ്യാസമായ എക്സൈസ് ഡ്രോൺ പ്രഹാർ നടന്നത് അരുണാചൽ പ്രദേശിലാണ്. ഇന്ത്യൻ സൈന്യത്തിൻ്റെ സൈനിക അഭ്യാസമായ എക്സൈസ് ഡ്രോൺ പ്രഹാർ നടന്നത് അരുണാചൽ പ്രദേശ്. 2025 ജൂലൈയിൽ അന്തരിച്ച ഇന്ത്യൻ വംശജനായ പ്രശസ്ത ബ്രിട്ടീഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞൻ മേഘനാഥ് ദേശായി. 2025 ജൂലൈയിൽ അന്തരിച്ച ഇന്ത്യൻ വംശജനായ പ്രശസ്ത ബ്രിട്ടീഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് മേഘനാഥ് ദേശായി. വനിതാ ചെസ് ലോകകപ്പ് ഫൈനലിലെത്തുന്ന ആദ്യ ഇന്ത്യൻ താരം ദിവ്യ ദേശ്മുഖ്. ഹ്യൂമൻ ലൈബ്രറി നിലവിൽ വരുന്നത് IIT പാലക്കാട്. മോട്ടോർ വാഹന ചെക്ക് പോസ്റ്റുകളിലെ അഴിമതി തടയാൻ കേരള സർക്കാർ ആരംഭിക്കുന്ന വെർച്വൽ ചെക്ക് പോസ്റ്റ് പദ്ധതി സംസ്ഥാനത്ത് ആദ്യമായിട്ട് നടപ്പിലാക്കുന്നത് വാളയാർ. പോളണ്ടിൻ്റെ പുതിയ പ്രസിഡന്റായിട്ട് ചുമതലയേറ്റത് കരോൾ നവറോസ്കി. ലോകത്തിലെ ആദ്യത്തെ ഹ്യൂമനോയിഡ് റോബോട്ട് കിക്ക് ബോക്സിംഗ് മാച്ച് നടന്ന രാജ്യം ചൈന. ഇന്ത്യൻ സൈന്യത്തിൻ്റെ സൈനിക അഭ്യാസമായ എക്സൈസ് ഡ്രോൺ പ്രഹാർ നടന്നത് അരുണാചൽ പ്രദേശ്. 2025 ജൂലൈയിൽ അന്തരിച്ച ഇന്ത്യൻ വംശജനായ പ്രശസ്ത ബ്രിട്ടീഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞൻ മേഘനാഥ് ദേശായി. ജൂലൈ 24 അനന്ത് അംബാനിയുടെ വന്യജീവി സംരക്ഷണ സംരംഭമായ വൻതാര സംഘടിപ്പിക്കുന്ന വൻതാര ഗജസേവക് സമ്മേളനത്തിന് വേദിയാകുന്നത് ഗുജറാത്തിലെ ജാംനഗറിലാണ്. അനന്ത് അംബാനിയുടെ വന്യജീവി സംരക്ഷണ സംരംഭമായ വൻതാര സംഘടിപ്പിക്കുന്ന വൻതാര ഗജസേവക് സമ്മേളനത്തിന് വേദിയാകുന്നത് ഗുജറാത്തിലെ ജാംനഗർ. 2025 ലോക സർവകലാശാല ഗെയിംസിൻ്റെ വേദി ജർമ്മനിയാണ്. 2025 ലോക സർവകലാശാല ഗെയിംസിൻ്റെ വേദി ജർമ്മനി. 2025 ജൂലൈയിൽ നടന്ന കേരള സംസ്ഥാന സീനിയർ ചാമ്പ്യൻഷിപ്പ് അത്ലറ്റിക്സ് ജേതാക്കൾ പാലക്കാട്. 2025 ജൂലൈയിൽ നടന്ന കേരള സംസ്ഥാന സീനിയർ ചാമ്പ്യൻഷിപ്പ് അത്ലറ്റിക്സ് ജേതാക്കൾ പാലക്കാട്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആകാശ് പ്രൈം മിസൈലിൻ്റെ പരീക്ഷണ സ്ഥലം ലഡാക്ക്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആകാശ് പ്രൈം മിസൈലിൻ്റെ പരീക്ഷണ സ്ഥലമാണ് ലഡാക്ക്. 2025 ജൂലൈയിൽ ചെങ്കടലിൽ വെച്ച് മിസൈൽ ആക്രമണത്തിൽ തകർന്ന കപ്പൽ എറ്റേണിറ്റി സി. 2025 ജൂലൈയിൽ ചെങ്കടലിൽ വെച്ച് മിസൈൽ ആക്രമണത്തിൽ തകർന്ന കപ്പലാണ് എറ്റേണിറ്റി സി. 2025 72ാം ലോക സുന്ദരിപ്പട്ടം കരസ്ഥമാക്കിയത് മിസ് തായ്ലൻഡ് ഒബൽ സുജാത ചുങ്സെ. 2025 72ാം ലോക സുന്ദരിപ്പട്ടം കരസ്ഥമാക്കിയത് മിസ് തായ്ലൻഡ് ഒബൽ സുജാത ചുങ്സെ. അനന്ത് അംബാനിയുടെ വന്യജീവി സംരക്ഷണ സംരംഭമായ വൻതാര സംഘടിപ്പിക്കുന്ന വൻതാര ഗജസേവക് സമ്മേളനത്തിന് വേദിയാകുന്നത് ഗുജറാത്തിലെ ജാംനഗർ. 2025 ലോക സർവകലാശാല ഗെയിംസിൻ്റെ വേദി ജർമ്മനി. 2025 ജൂലൈയിൽ നടന്ന കേരള സംസ്ഥാന സീനിയർ ചാമ്പ്യൻഷിപ്പ് അത്ലറ്റിക്സ് ജേതാക്കൾ പാലക്കാട്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആകാശ് പ്രൈം മിസൈലിൻ്റെ പരീക്ഷണ സ്ഥലം ലഡാക്ക്. 2025 ജൂലൈയിൽ ചെങ്കടലിൽ വെച്ച് മിസൈൽ ആക്രമണത്തിൽ തകർന്ന കപ്പൽ എറ്റേണിറ്റി സി.
2025 72ാം ലോക സുന്ദരിപ്പട്ടം കരസ്ഥമാക്കിയത് മിസ് തായ്ലൻഡ് ഒബൽ സുജാത ചുങ്സ്രി. ജൂലൈ 25 ദക്ഷിണേന്ത്യൻ സാഹിത്യത്തിലെ മികച്ച സംഭാവനയ്ക്കുള്ള ഈ വർഷത്തെ ബുക്ക് ബ്രഹ്മ പുരസ്കാരത്തിന് അർഹയായത് KR മീര. ദക്ഷിണേന്ത്യൻ സാഹിത്യത്തിലെ മികച്ച സംഭാവനയ്ക്കുള്ള ഈ വർഷത്തെ ബുക്ക് ബ്രഹ്മ പുരസ്കാരത്തിന് അർഹയായത് KR മീര. 2025 ജൂലൈയിൽ വിക്ഷേപിച്ച് വിജയം കൈവരിച്ച ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലാണ് പ്രളയം. 2025 ജൂലൈയിൽ വിക്ഷേപിച്ച് വിജയം കൈവരിച്ച ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ പ്രളയം. അണ്ടർ 10 പെൺകുട്ടികളുടെ വിഭാഗത്തിൽ വിജയിയായ മലയാളിയാണ് ദിവി ബിജേഷ്. അണ്ടർ 10 പെൺകുട്ടികളുടെ വിഭാഗത്തിൽ വിജയിയായ മലയാളി ദിവി ബിജേഷ്. പുതിയ എക്സൈസ് കമ്മീഷണറായിട്ട് ചുമതലയേറ്റത് MR അജിത് കുമാർ. പുതിയ എക്സൈസ് കമ്മീഷണറായിട്ട് ചുമതലയേറ്റത് MR അജിത് കുമാർ. ട്രാൻസ്ജെൻഡർ വ്യക്തികളെ സാമ്പത്തികമായി സഹായിക്കുന്നതിന് ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് പ്രതിഭ. ട്രാൻസ്ജെൻഡർ വ്യക്തികളെ സാമ്പത്തികമായി സഹായിക്കുന്നതിന് ലക്ഷ്യമിടുന്ന പദ്ധതി പ്രതിഭ. ഭൂമിയുടെ കാന്തിക കവചത്തെക്കുറിച്ച് പഠിക്കാനുള്ള നാസയുടെ പുതിയ ദൗത്യം ട്രേസേഴ്സ്. ഭൂമിയുടെ കാന്തിക കവചത്തെക്കുറിച്ച് പഠിക്കാനുള്ള നാസയുടെ പുതിയ ദൗത്യമാണ് ട്രേസേഴ്സ്. ദക്ഷിണേന്ത്യൻ സാഹിത്യത്തിലെ മികച്ച സംഭാവനയ്ക്കുള്ള ഈ വർഷത്തെ ബുക്ക് ബ്രഹ്മ പുരസ്കാരത്തിന് അർഹയായത് KR മീര. 2025 ജൂലൈയിൽ വിക്ഷേപിച്ച് വിജയം കൈവരിച്ച ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ പ്രളയം. അണ്ടർ 10 പെൺകുട്ടികളുടെ വിഭാഗത്തിൽ വിജയിയായ മലയാളി ദിവി ബിജേഷ്. പുതിയ എക്സൈസ് കമ്മീഷണറായി ചുമതലയേറ്റത് MR അജിത് കുമാർ. ട്രാൻസ്ജെൻഡർ വ്യക്തികളെ സാമ്പത്തികമായി സഹായിക്കുന്നതിന് ലക്ഷ്യമിടുന്ന പദ്ധതി പ്രതിഭ.